അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഖുർആനും തമ്മിലുള്ള ബന്ധം എത്രയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ വിചാരിക്കും അതെങ്ങനെ നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റാം അല്ലേ? നമുക്കിപ്പോൾ ഒരു അസുഖം വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഫസ്റ്റ് ചെക്കപ്പ് നടത്തും, ബ്ലഡ് ടെസ്റ്റ് നടത്തും, ഇങ്ങനെ പല ടെസ്റ്റുകൾ നടത്തും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അസുഖം എന്ന് മനസ്സിലാവും. ഇതുപോലെ നമുക്കും ഖുർആനും അല്ലെങ്കിൽ നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുക അല്ലേ? ഇൻഷാ അല്ലാഹ് അതിൻ്റെ വഴി ഞാൻ പറയട്ടോ. ഫസ്റ്റ് ഒരു കാര്യം പറയാം, പിന്നെ നമുക്ക് ഒരു സ്റ്റോറി പറഞ്ഞതിന് ശേഷം അവസാനം ഖുർആനിൽ 1-2 ആയത്തുകൾ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാട്ടോ, സൂറത്തുൽ അൻഫാലിൽ മുഅ്മിനീങ്ങളെ കുറിച്ച് പറയണം. ആരാണ് മുഅ്മിനീങ്ങൾ? ഹു ഈസ് എ മുഅ്മിൻ? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാന്നോ? അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല ഓർമ്മിപ്പിക്കൽ ഏതാ? അള്ളാഹുവിൻ്റെ ദിക്ർ ഖുർആനാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ അല്ലേ, അത് ഖുർആനാണ്. അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും, അതിനെക്കുറിച്ച് ഒരു ഗൂസ് ബംസ്, രോമാഞ്ചം കൊള്ളും. നമുക്ക് അങ്ങനെ കൊള്ളാറുണ്ടോ ഖുർആൻ കേൾക്കുമ്പോൾ? തറാവീഹ് നിസ്കരിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണോ, ഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന. ഖുർആൻ ആയത്തുകൾ കേട്ട ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. നമുക്കിങ്ങനെ സംഭവിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ശരിക്ക് നമ്മളും ഖുർആൻ തമ്മിൽ എന്തോ ഒരു അകൽച്ച ഉണ്ട് കേട്ടോ, നമുക്ക് തിരുത്താൻ പറ്റണം. ശരിക്ക് അങ്ങനെ ഖുർആനുമായി പൂർണ്ണമായി അകന്നു കഴിഞ്ഞ ഒരാൾ ഖുർആനിലൂടെ, ഖുർആൻ കേട്ടതിലൂടെ ഈ ദീൻ ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അത് 2 മൊമെൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ട്. ആ ആൾ ആരാന്നറിയോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദീൻ്റെ അഭിമാനമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ശരിക്ക് ഉമർ റളിയല്ലാഹു അൻഹു ആ നാട്ടിൽ വിജ്ഞാനം നേടിയ 10-17 പേരിൽ പെട്ട ഒരാളായിരുന്നു. നല്ല അറിവുണ്ടായിരുന്നു, നല്ല ശക്തനായിരുന്നു. ആർക്കും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പേടിയാണല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവോ അല്ലെങ്കിൽ അബൂ ജഹലോ ഇതിൽ ആരെങ്കിലും രണ്ടാളും ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടണമെന്ന് ദുആ ചെയ്തിരുന്നു. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി പോവാണ്, ഊരിപ്പിടിച്ച വാളുമായി പോവാണ്. അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ വഴിയിൽ വെച്ച് ഒരു സഹാബിയെ കാണാണ്. അദ്ദേഹം ഉദ്ദേശം മനസ്സിലാക്കി. അദ്ദേഹം ചോദിക്കുന്നു, അല്ല ഉമറെ, നിങ്ങൾ നബീനെ കൊല്ലാൻ വേണ്ടി പോകുന്നല്ലേ? ആദ്യം നിങ്ങളെ കുടുംബത്തെ നന്നാക്ക്, എന്നിട്ട് നമ്മളങ്ങനെ പറയല്ല, എന്നിട്ട് നാട്ടിൽ നന്നാക്കിയാൽ മതി, അതുപോലെ പറയാട്ടോ. എന്താ കാര്യം? നിങ്ങളുടെ സഹോദരി ഫാത്തിമ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോണ്ടല്ലോ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര ദേഷ്യം വന്നു, സഹിക്കാൻ പറ്റിയില്ല. ദേഷ്യം കടിച്ചമർത്തി ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ വീട്ടിലേക്ക് പോവാണ് അല്ലേ, ഫാത്തിമയുടെ പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഫാത്തിമയുടെ വീട്ടിലെത്തി. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എത്തുന്ന സന്ദർഭത്തിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിക്കും ഹസ്ബൻഡിനും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു എത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആ സീനിൽ നിന്ന് മാറിയിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അകത്ത് കടന്നു. അകത്ത് കടന്നപ്പോൾ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ കേട്ട വാർത്ത ശരിയാണോ? നിങ്ങൾ മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചെന്ന വാർത്ത ശരിയാണോ? ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുമെന്ന ആൾക്ക് പേടിയാവും. പക്ഷേ ഫാത്തിമ റളിയല്ലാഹു അൻഹ പേടിച്ചില്ല കേട്ടോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്, സഹോദരി ഭർത്താവിനെ നല്ല അടി കൊടുക്കുകയാണ്. അടിക്കാൻ തുനിയുമ്പോൾ ഫാത്തിമ തടഞ്ഞപ്പോൾ ഫാത്തിമക്ക് വേദനിച്ചു. ഫാത്തിമയുടെ നെറ്റിയിൽ നിന്ന് രക്തം വന്നെന്ന് ചരിത്രം പറയുന്നത്. കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് വിഷമമായി, കാരണം സ്വന്തം സഹോദരിയാണല്ലോ. ഫാത്തിമ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ ഒരിക്കലും ഈ ദീന് കൈവിടിയില്ല. ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഫാത്തിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ധൈര്യവും ഉമർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടാകും. എനിവേ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ പാരായണം ചെയ്താ? ആണ് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എത്തുമ്പോൾ അവർ ഖുർആൻ പാരായണം ചെയ്യായിരുന്നു. ആ പാരായണം ചെയ്തൊരു സംഗതി എനിക്ക് തരുമോ? ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല തരില്ല, നിങ്ങൾ ശുദ്ധിയായി വന്നാൽ തരാൻ പറ്റും, അല്ലാതെ തരാൻ പറ്റില്ല എന്നാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ശുദ്ധിയായിട്ട് വരിക കേട്ടോ. അല്ല, ശരിക്കും അവിടെ എനിക്ക് തോന്നിയത് ഫാത്തിമ റളിയല്ലാഹു അൻഹുക്ക് ഈ ഖുർആൻ കൊടുത്തൊരു ധൈര്യം ഉണ്ടല്ലോ, അത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആകർഷിച്ചിരിക്കും. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നപ്പോൾ
ഉമർലാൻഹു ഓതാണ് സൂറത്ത് ത്വാഹയിലെ വചനങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى. ഈ ആഴ്ച ഇങ്ങനെ കേൾക്കും ഉമർലാൻ ആദ്യമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാട്ടോ. അങ്ങനെയല്ല, ഉമർലാനും മുമ്പ് കേട്ടൊരു മൊമെൻ്റ് ഉണ്ട്, ഞാൻ പറയാം. പക്ഷേ ഉമർലാൻ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉമർലാൻ വല്ലാതെ ആകർഷിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കലാമല്ലേ, ഉമർലാനുഹുവിൻ്റെ മനസ്സിന് പിടിച്ചു കുലുക്കാണ്. ഉമർലാനുഹുവിനെ കുറച്ച് പഠിച്ച ആൾ കൂടിയാണല്ലോ. ഉമർലാനുഹു പറയാം അപ്പം തന്നെ, ഇത് മഹത്തായ വചനങ്ങൾ തന്നെ. ഉമർലാനുഹു ഭയങ്കര മാറ്റം ഉണ്ടാവുകയാണ്. നോക്കണം കേട്ടോ, നബീനെ കൊല്ലാൻ പോയ ആളാണ്. ഈ ഖുർആൻ കേട്ടപ്പോൾ അത്രയും മാറ്റം ഉണ്ടായി. നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. എത്ര കാലമായി കേൾക്കുന്നു, നമുക്ക് എന്ത് മാറ്റമുള്ളത്. അങ്ങനെ ഉമർലാനുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്ന് അന്വേഷിക്കുകയാണ്, എന്തിനാ? ഇസ്ലാം സ്വീകരിക്കാൻ. അങ്ങനെ ദാറുൽ അർഖമിലേക്ക് പുറപ്പെടാണ്. ദാറുൽ അർഖമിൻ്റെ അടുത്തെത്തിയപ്പോൾ വാതിലിൽ മുട്ടി. ഒരു സഹാബി ഡോറിലൂടെ നോക്കി, ആരാ വരുന്നത്? ഉമറാണ്. അപ്പോൾ ഓൾക്ക് എന്തിനാ വന്നതെന്ന് അറിയില്ല. അപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉള്ളിലേക്ക് അടുത്തേക്കോ, വന്ന് നല്ല ഉദ്ദേശത്തിനാണെങ്കിൽ ഓക്കെ, ഇനി വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ ഉമറിൻ്റെ കഥ ഞാൻ കഴിക്കും. അങ്ങനെ ഉണ്ടല്ലോ, ഹംസ റളിയല്ലാഹു അൻഹു ഭയങ്കര ധൈര്യമാണ്. അങ്ങനെ ഉള്ളിലേക്ക് കടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിനെ പിടിച്ചു, ചോദിച്ചു, എന്താ ഉദ്ദേശം? ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വസിച്ചിരിക്കുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഇത് കേട്ടപ്പോണ്ടല്ലോ സ്വഹാബികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വല്ലാത്തൊരു ഫീല്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം. അപ്പോൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ഹബീബ് ഉമർ റളിയല്ലാഹുവിന് പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് നേരത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അതായത് ഫാത്തിമ റളിയല്ലാഹുയുടെ വീട്ടിൽ വെച്ചിട്ട് ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കാനുള്ള ടെൻഡൻസി പ്രകടിപ്പിച്ചപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു വന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ ഹബീബ് നിങ്ങൾക്ക് കൊണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ കേട്ടിരുന്നു, ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. എനിവേ ഉമർ റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം കേട്ടപ്പോൾ സ്വഹാബികൾ തക്ബീർ മുഴക്കാണ്. വല്ലാത്തൊരു ഫീലായിട്ട് അനുഭവിക്കുന്നവർക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അവർക്കൊരു ധൈര്യം കൂടി. അങ്ങനെയല്ല, അവർ കാബയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്, വലിയ സംഭവമാണ്. വേറൊരു സംഭവം കൂടിയുണ്ട്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഉമർ റളിയല്ലാഹു തന്നെ പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടങ്ങാറാക്കുന്ന ഉദ്ദേശത്തിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ കാബയുടെ അടുത്തെത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യാണ്. സൂറത്തുൽ ഹാഖയിലെ വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു പറയുകയാണ്, ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതൊരു കവിയുടെ വചനങ്ങളാണ്. അപ്പോൾ നബി ഓതാണെന്ത്? ഇതൊരു കവിയുടെ വചനങ്ങളല്ല അല്ലേ എന്ന് ഖുർആൻ സൂറത്തുൽ ഹാഖയിലെ വചനങ്ങൾ ഓതാണ്. അപ്പോൾ റളിയല്ലാഹു ചിന്തിച്ചു, ഇതൊരു ജോൽസിൻ്റെ വചനമായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാണെന്ത്? ഇതൊരു ജോൽസിൻ്റെ വചനങ്ങളല്ല. അപ്പോൾ സൂറത്തുൽ ഹാഖയിലെ ആ വചനങ്ങൾ ഏതാ? സൂറത്തുൽ ഹാഖയിൽ 40, 41, 42, 43 വചനങ്ങൾ നമ്മളൊന്ന് നോക്കി നോക്കാം കേട്ടോ. ഒന്ന് കയ്യിൽ വെച്ചോട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നഹു ലഖൗലു റസൂലിൻ കരീം വമാ ഹുവ ബിഖൗലി ശാഇരിൻ ഖലീലൻ മാ തുഅ്മിനൂൻ വലാ ബിഖൗലി കാഹിനിൻ ഖലീലൻ മാ തദക്കറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുമ്പോൾ ഏത് മനസ്സിനെ ആകർഷിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ രണ്ട് മൊമെൻറ്റുകൾ, ഇതൊന്നും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറയാട്ടോ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖുർആനുമായി കണക്ട് ചെയ്യുന്നുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ സ്വീകരിക്കുന്നുണ്ട്, അള്ളാഹുവിനെ അറിയുന്നുണ്ട്. ശരിക്കും ആലോചിക്കണം കേട്ടോ, നബീനെ കൊല്ലാൻ പോയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിൻ്റെ അഭിമാനമായി മാറുന്നത് അല്ലേ. ശരിക്കും ഉമർ റളിയല്ലാഹു അൻഹു ഇല്ലാത്തൊരു ഇസ്ലാമിൻ്റെ ചരിത്രത്തിന് ഇത്ര ഭംഗിയുണ്ടാവുമോ? പക്ഷെ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ റമദാനിൽ ഖുർആൻ ഖത്തം തീർക്കുന്നുണ്ട്, തറാവിഹി നമസ്കരിക്കും, ഖുർആൻ കേൾക്കുന്നുണ്ട്,
എത്ര സമയം കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് എത്ര പേർക്ക് ഈ ഒരു കണക്ഷൻ ഖുർആനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? ശരിക്കും ഫീൽ ചെയ്യണ്ടേ? അള്ളാഹു നമ്മോട് സംസാരിക്കുന്ന ഫീലിംഗ് എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? ഞാൻ ഉദാഹരണം പറയാം കേട്ടോ. സൂറത്തുൽ സുമറിൽ അള്ളാഹു പറയുന്നുണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആളുകൾ. وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة. അതായത് ആഖിറത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ കുറിച്ച് പറയാം കേട്ടോ. അവർക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ടാൽ ഇഷ്മഅസ്സത്ത്, മനം പുരട്ടും. ഒരു രസം ഉണ്ടല്ലോ, ഫീൽ ചെയ്യൂല. സിമ്പിൾ പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്റ്റാറ്റസ് നോക്കും, റീൽസൊക്കെ നോക്കുമല്ലോ, അതിനിങ്ങനെ പലതും വരുന്നതിനിടക്ക് കാണാം ഖുർആനായത്ത് വരുന്നു. ഇതെനിക്കറിയാലോ, ഇത് കേൾക്കുന്ന, അല്ലെങ്കിൽ അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, സ്കിപ്പ് ചെയ്യും അല്ലേ? ഇനി അത് ആരെങ്കിലും ഇട്ടാലോ, ഇതൊന്ന് മാറ്റി കിട്ടിയെങ്കിൽ എന്ന് വിചാരിക്കുന്നൊരു ടെൻഡൻസി നമുക്കുണ്ടോ? എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയിലാട്ടോ. നമ്മൾ ഖുർആനെ കണക്ട് ചെയ്ത ആളുകൾ പെടൂല കേട്ടോ. എന്നാലോ ഖുർആൻ പറയുന്നുണ്ട്, വൈദാ ദുഖിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞാലോ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. സെലിബ്രിറ്റീസ്, അവരുടെ വാർത്തകൾ അല്ലേ, അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസിനെ കുറിച്ച്, ക്രിക്കറ്റ് പ്ലെയേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംഗതി എന്തോ ആവട്ടെ, ഇതൊക്കെ കേൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ? അവളുടെ കഥ അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ? ഞാൻ പറയുന്നത് നമ്മളിതിലൊന്നും പെടൂലായിരിക്കും അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കമ്മി നമുക്ക് ഖുർആനോട് ഉണ്ടെങ്കിൽ അല്ലേ, നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ, ഇൻസ്റ്റയിൽ നോക്കുമ്പോൾ, ഇതിലൊക്കെ ഖുർആൻ ആയത്ത് കാണുമ്പോൾ, എൻ്റെ അള്ളാഹുവിൻ്റെ കലാമാണ് അല്ലേ, അള്ളാഹിനോട് എന്താ പറയാൻ ശ്രമിക്കുന്നത് എന്ന ഒരു ഫീലോടെ നമ്മൾ നോക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ പരിഹരിക്കണം കേട്ടോ. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹു അല്ലേ. അള്ളാഹുവിനോട് നമ്മൾ ദുആയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നിസ്കാരത്തിലൂടെ ഒക്കെ സംസാരിക്കും. പക്ഷേ അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ പാരൻസ് ആകും, നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ടീച്ചേഴ്സും പലരും നമുക്ക് വേണ്ട സന്ദർഭത്തിൽ ഓരോട് സംസാരിക്കാൻ ഓരോ കിട്ടൂല അല്ലേ? ശരിയല്ലേ അത്? പക്ഷെ അള്ളാഹു അങ്ങനെയല്ല കേട്ടോ. 24/7 അള്ളാഹ് അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അള്ളാഹുവിൻ്റെ കലാം ഖുർആൻ എടുത്ത് ഓതിയാൽ മതി, അല്ലെങ്കിൽ ഖുർആൻ കേട്ടാൽ മതി. അള്ളാഹ് നമ്മോട് സംസാരിക്കുകയാണ് അല്ലേ? നമ്മൾ റെഡിയായാൽ മതി. അൽഹംദുലില്ലാഹ്, വലിയ അനുഗ്രഹമല്ലേ? എന്നിട്ടും നമുക്ക് അള്ളാഹു നമ്മോട് സംസാരിക്കുന്ന കേൾക്കാൻ അറിയാൻ ആഗ്രഹമില്ലെങ്കിൽ, ഖുർആൻ ആശയങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? അതുകൊണ്ട് ഇന്ന് ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു ടാസ്ക് തരാം കേട്ടോ. ഒരു പ്രാവശ്യം, വൺ ടൈം ഈ ഖുർആൻ നമ്മൾ മനസ്സിലാക്കും, അല്ലെങ്കിൽ ഈ ഖുർആൻ്റെ ആശയം നമ്മൾ അറിയും എന്നൊരു തീരുമാനം എടുത്തു നോക്ക്. ഈ റമദാനിലെങ്കിലും ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യും. എൻ്റെ റബ്ബ് എന്നോട് എന്താ സംസാരിക്കുന്നതെന്ന് അറിയാൻ ഞാൻ ശ്രമിക്കൂ എന്നൊരു ഡിസിഷൻ എല്ലാവർക്കും എടുത്തൂടെ? ആ ടാസ്ക് നിർവഹിക്കും. എല്ലാവരും ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ചെയ്യും അല്ലേ? അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ്റെ തണലിൽ ജീവിക്കാൻ അള്ളാഹു എപ്പോഴും നമ്മോട് സംസാരിക്കുന്ന ആ ഒരു ഫീൽഡ്, അല്ലാഹ് ഈസ് വിത്ത് മീ എന്ന ഒരു എക്സ്പീരിയൻസോടുകൂടി ജീവിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.